ഈ വാക്യം നിങ്ങൾ കാണാപ്പാടം പഠിക്കാമെങ്കിൽ നല്ലതാണ് കേട്ടോ. 61-ാമത്തെ യെശയ്യാ പ്രവാചന പുസ്തകത്തിൽ അതിന്റെ 3-ാമത്തെ വാക്യം, സിയോനിൽ വിലപിക്കുന്നവർ കർത്താവ് നട്ടുപിടിപ്പിച്ച നീതിയുടെ ഓക്കുമരങ്ങൾ എന്ന് വിളിക്കപ്പെടാനും അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കപ്പെടാനും വേണ്ടി അവർക്ക് വെണ്ണീറിന് പകരം പുഷ്പമാല്യവും തളർന്ന മനസ്സിന് പകരം സ്തുതിയുടെ മേലങ്കി നൽകാൻ അവിടുന്ന് തന്നെ അയച്ചിരിക്കുന്നു. നമ്മുടെ ലൈഫിന്റെ വലിയൊരു റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വമാണിത്. ഒരുപാട് മനുഷ്യർക്ക് ഈ മുൾച്ചെടികൾക്കിടയിൽ കുടുങ്ങിപ്പോയ കുറെ മനുഷ്യരെ പിടിച്ചുയർത്തി ഈശോയ്ക്ക് വേണ്ടി നല്ല സൗരഭ്യമുള്ള പരിമളമാക്കി മാറ്റാൻ, അവരെല്ലാം അങ്ങനെ ഉണർത്തിയെടുക്കാൻ എൻ്റെ പ്രിയപ്പെട്ട സൗരങ്ങളെ നമുക്ക് എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. ആൻഡ് ബിഫോർ ദാറ്റ് നമ്മൾ ആദ്യം സുവിശേഷം കേൾക്കണം. എല്ലാ ദിവസവും വിശുദ്ധ ഗ്രന്ഥം വായിച്ച് നമ്മൾ കേൾക്കണം, നമ്മൾ ഉറക്കെ വായിക്കണം, നമ്മൾ കേൾക്കണം. കേൾക്കുമ്പോൾ നമ്മൾ ഈ സദ്വാർത്ത കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലോട്ടൊരു സ്വാതന്ത്ര്യം വരുന്നു. ആ സ്വാതന്ത്ര്യം നമ്മൾ പുറത്തോട്ട് അറിയിക്കും. നമ്മുടെ പ്രിയപ്പെട്ട ബെനഡിക്റ്റ് പാപ്പ യുക്യാറ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ, യൂത്ത് കാറ്റഗിസം നമുക്കറിയാലോ, സഭയുടെ മതബോധന ഗ്രന്ഥം യുവജനങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ടൊന്ന് മാറ്റി വെച്ചിരിക്കുന്നതാണ് യുക്യാറ്റ്. അതിന്റെ ഇൻട്രൊഡക്ഷൻ ഭാഗവും നിങ്ങളെടുത്ത് വായിക്കണം. അതിനകത്ത് മാർപ്പാപ്പ ഇങ്ങനെ പറയുന്നുണ്ട്, ഒരു യങ് പേഴ്സൺ, അത് യങ് പേഴ്സൺ എന്ന് വെച്ചാൽ പ്രായത്തിന്റെ മാത്രം കൂട്ടണ്ട, ഈശോയെ അറിഞ്ഞൊരു വ്യക്തിക്ക് ഉള്ളിൽ തീ കൊണ്ട് നടക്കുന്ന പോലെയാണ്. ലൈക്ക് ആൻ ആംബർ, ഈ ഒരു കനൽ പോലെ ഇതിങ്ങനെ പൊള്ളിച്ചുകൊണ്ടിരിക്കും. അത് അവിടെ വെച്ചുകൊണ്ടിരുന്ന അവനെ പൊള്ളിച്ച് കളയും. അതുകൊണ്ട് ആ തീ, ആ ചൂട് അവന് പുറത്തേക്ക് കൊടുത്തേ പറ്റുള്ളൂ. ആൻഡ് ഈശോയുടെ ചൂട് അറിഞ്ഞവരാണ് നമ്മളെല്ലാം, ആ സ്നേഹം അറിഞ്ഞവരാണ്, ഈശോയുടെ വിമോചനം അറിഞ്ഞവരാണ്. അത് ഉള്ളിൽ വെച്ചോണ്ടിരിക്കരുത്. ആഹാ, നല്ല വചനം ഞാൻ കേട്ടല്ലോ എന്ന് പറഞ്ഞിരിക്കുകയല്ല. പ്രൊക്ലൈം ദ ഗോസ്പൽ, സുവിശേഷം പ്രഘോഷിക്കുക. പൗലോസിന്റെ വാക്കുകൾ കടമെടുത്താൽ സാഹചര്യം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും ക്രിസ്തുവിനെ കുറിച്ച് പ്രഘോഷിക്കുക. ബിക്കോസ് there is no one else to save you.